അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഇല്ലാത്ത എന്ത് മാമ്പഴക്കാലമാണല്ലേ. അച്ചാമ്മയുടെ സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് കുറച്ച് നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി ഇതുപോലെ ചട്ടിയിലേക്കൊന്ന് ആക്കി വെക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം, ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മാമ്പഴത്തിൻ്റെ പുളിക്കും മധുരത്തിനും അനുസരിച്ച് ഉള്ള അളവിനാണ് നമ്മളിവിടെ ശർക്കര പാനി കാച്ചി ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കിട്ടുന്ന മാമ്പഴത്തിൻ്റെ ആ ഒരു മധുരവും പുളിയൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് നമുക്ക് ശർക്കര പാനി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അത് ഒന്ന് അടച്ച് വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിക്കാൻ വെക്കാം. നമ്മുടെ മാമ്പഴം അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് മാമ്പഴ പുളിശ്ശേരിയുടെ അരപ്പ് നോക്കിയാലോ. ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങയും പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരിയും ചുവന്നുള്ളി, ജീരകം, ആവശ്യത്തിന് വെള്ളം ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അരപ്പിൻ്റെ പരിപാടി. നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പിൻ്റെ കൂടെ കുറച്ച് വെള്ളവും തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മാമ്പഴപ്പുളിശ്ശേരി ഇനി തിളയ്ക്കാൻ പാടില്ല കേട്ടോ. അടിക്ക് പിടിക്കാതിരിക്കാൻ ചെറിയതായിട്ട് ചൂടാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ദേ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അവസാന പടിയായിട്ട് താളിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ, കടുക്, ഉലുവ, ചുവന്നുള്ളി നൈസായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ദേ നല്ല കൊതിയുറന്ന മാമ്പഴ പുളിശ്ശേരി റെഡിയാണ് കേട്ടോ. മധുരവും ഉപ്പും പുളിയും എരിവും എല്ലാം സമാസമം ചേർന്ന് അടിപൊളി ഒരു മാമ്പഴ പുളിശ്ശേരി. ഇനി ചോറിന് വേറെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. സ്നേഹത്തോടെ അച്ചാമ്മയുടെ അച്ചൂട്ടൻ.